പിണറായി വിജയൻ്റെ ഫ്ലെക്സും പിണറായി വിജയൻ്റെ ലിഫ്റ്റും പിണറായി വിജയൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുമെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലായിരുന്നത്. ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഒരു സംസ്ഥാന കമ്മിറ്റി ഉണ്ട്. അതിങ്ങനെ പേരിനാണെങ്കിലും കൂടുന്നുണ്ട്. അതിലൊരു പേക്കോലമായിട്ടൊരു സംസ്ഥാന സെക്രട്ടറി ഇരിപ്പുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്ന പോലും നാണക്കേടാണ്. ഈ KPCC, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കണം. നമ്മൾ ഈ പേക്കോലങ്ങളായിട്ട് നിൽക്കുന്ന CPM-കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു സംഘടനാ സംവിധാനം ഇപ്പോഴും ഉണ്ട്. നമസ്കാരം. 1.5 മാസമായിരിക്കുന്നു VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ 1-2 ദിവസം ഈ പുത്തനച്ചി പുറപ്പുരം തൂക്കുന്നത് പോലെയുള്ള ഒരു ആവേശമായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ചോദ്യം ചെയ്യുന്നു, വാക്കൗട്ട് നടത്തുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയിലും മുന്നണിയിലും ഹൈക്കമാൻഡിലും വരെ VD സതീശന് എതിർപ്പായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ ഇത്രയധികം അങ്ങോട്ട് കത്തിക്കയറുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. ഒരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും, സർക്കാരിനേക്കാൾ എന്തുകൊണ്ടും ഒരു അല്പം മുകളിലോ അല്ലെങ്കിൽ സർക്കാരിനോടൊപ്പമാണ് പ്രതിപക്ഷ നേതാവെന്ന്. ഇത് നമ്മുടെ വിഷയം അതല്ല. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം സതീശൻ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, CPM-ൻ്റെ കാലത്തെ പോലെ എല്ലാ ഫയലുകളും ഞങ്ങളെടുത്ത് AK സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവണം എന്നാരും ആഗ്രഹിക്കുന്നുമില്ല, അത് ശരിയുമല്ല. ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ സർക്കാർ അധികാരത്തിൽ വരുന്നത് പാർട്ടികളടങ്ങുന്ന ഒരു മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നതിനെ തുടർന്നിട്ടാണല്ലോ. പാർട്ടികളുടെ മുന്നണിയാണല്ലോ സർക്കാർ ഉണ്ടാകുന്നത്. അപ്പോൾ പാർട്ടികളെയും പാർട്ടികളുടെ മുന്നണികളുടെ നയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഒരു സർക്കാർ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അങ്ങനെ പാർട്ടികളടങ്ങുന്ന മുന്നണികളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും നടപ്പിലാക്കാൻ ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ സർക്കാരിന് ദിശ തീരുമാനിച്ചു കൊടുക്കാൻ പാർട്ടി ഉണ്ടാവണം എന്നുള്ളത് ഒരു ഇംപ്ലൈഡാണ്, അതൊരു ഫോർഗോൺ കൺക്ലൂഷനാണ്. നമുക്കറിയാം, കേരളത്തിൽ LDF ഉണ്ട്. LDF-ന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി CPM-ആണ്. ചെറുകിട പാർട്ടികൾ വേറെ ഉണ്ട്. UDF-ന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. CPM നേതൃത്വം നൽകുന്ന ആ മുന്നണിയുടെ നയങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ നടപ്പിലാക്കുക. UDF അധികാരത്തിൽ വന്നാൽ ആ UDF-ലെ മുന്നണികളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും നടപ്പിലാക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും. അതിൻ്റെ നയങ്ങളായിരിക്കും അന്ന് നടപ്പിലാക്കപ്പെടുക. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, 102 പേര് വിജയിപ്പിച്ച 64 MLA-മാർ കോൺഗ്രസ്സിനുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസം കഴിയാൻ പോകും. നമ്മളിപ്പം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, ആ പാർട്ടിക്ക് ദിശ തീരുമാനിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ സർക്കാരിന് ദിശ തീരുമാനിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്, ഒരു പാർട്ടി കേരളത്തിൽ നിലവിലില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ നിലവിൽ നിന്നിട്ടുണ്ട്. ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ പലപ്പോഴും ഗവൺമെൻറ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ പാർട്ടിക്ക് ദിശ തീരുമാനിക്കാനായി ഒരു KPCC-യും അതിനൊരു പ്രസിഡൻറ്റും കുറേ ഭാരവാഹികളും ഒക്കെ ഉള്ളതാണ് നമ്മൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ചരിത്ര വിജയം നേടി 64 MLA-മാരുള്ള കോൺഗ്രസ്സിനുള്ള ഒരു പാർട്ടിക്ക്, അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും കുറേ മന്ത്രിമാരുമുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് അധികാരത്തിൽ വന്ന് 2 മാസം കഴിഞ്ഞിട്ടും KPCC പ്രസിഡൻറ്റുമില്ല, വൈസ് പ്രസിഡന്റുമാരുമില്ലാത്ത ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള, ഏറ്റവും ദയനീയവും ആയിട്ടുള്ള ഒരു സാഹചര്യമല്ലേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന. ആലോചിച്ച് നോക്കി,
ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ചരിത്ര വിജയമാണ് നേടിയത്. അല്ല, ഈ വിജയം നേടിയ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ഒരു ഓളം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ KPCC ഓഫീസിന് മുമ്പിലൂടെയൊക്കെ പോകുമ്പോൾ, DCC ഓഫീസിന് മുമ്പിലൂടെ പോകുമ്പോൾ വെള്ളയും ഇട്ട് കുറേ പേര് അവിടെ വന്ന് നിൽക്കുന്നു വടി പോലെ എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ ഒരു പ്രവർത്തനവും ഇല്ല. അവിടെ KPCCക്ക് ഒരു അധ്യക്ഷൻ പോലും ഇല്ല. KPCC അധ്യക്ഷനായിരുന്ന ആൾ മന്ത്രിയായിട്ട് 1.5 മാസം കഴിഞ്ഞു. അല്ല, ഞാൻ ഈ ഓളം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരോളമാണ്. അല്ലാതെ ഒരോളമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഓഫീസ് സജീവമായിരിക്കും. ആ പാർട്ടി ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കൊടുക്കുക, അത് നടപ്പിലാക്കുകയായിരിക്കും ഗവൺമെൻറ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മളിപ്പം നമ്മുടെ ഓഫീസിനടുത്തുള്ള ശാസ്ത്രമംഗലത്തുള്ള ഇന്ദിരാഭവൻ നോക്കിയാൽ ഇന്ദിരാഭവൻ ഒരു മരണ വീട് പോലെയാണ് നമുക്ക് കാണാൻ കഴിയും. അവിടെയൊന്നും ആരും ഇല്ല, ഒരു ഈച്ചക്കുഞ്ഞ് പോലും അവിടെ ഇല്ല. മറുഭാഗത്ത് നമ്മളിന്നലെ CPM കുറിച്ച് പറഞ്ഞു. CPM എന്ന് പറയുന്നത് പൂഴ്ത്തി ചീഞ്ഞതാറി പൂവരിച്ചൊരു സംവിധാനമാണ്. നമ്മളിന്നലെ പറഞ്ഞു ഈ സ്കെലിറ്റനുകൾ മറ്റേ ഈ അസ്ഥികൂടങ്ങളുടെ ഡാൻസിനെ കുറിച്ച്. ചതിക്കാത്ത ജന്തുവിൽ സലീംകുമാർ അഭിനയിക്കുന്ന ഒരു പാട്ടരംഗമുണ്ടല്ലോ, അതിൽ ഈ അസ്ഥികൂടങ്ങൾ ഡാൻസ് കളിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുപോലത്തെ ഒരു അസ്ഥികൂടമായി ആ പാർട്ടി മാറിയിരിക്കുന്നു. പക്ഷെ ആ പാർട്ടിക്ക് പോലും ഒരു പാർട്ടി സംവിധാനമുണ്ട്, ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഒരു സംസ്ഥാന കമ്മിറ്റി ഉണ്ട്. അതിങ്ങനെ പേരിനാണെങ്കിലും കൂടുന്നുണ്ട്. അതിലൊരു പേക്കോലമായിട്ടൊരു സംസ്ഥാന സെക്രട്ടറി ഇരിപ്പുണ്ട്. ഒരു പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്ന പോലും നാണക്കേടാണ്. അയാൾ ഈ പറഞ്ഞ പോലെ പരിഹാസനാണെങ്കിലും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് അയാൾ പറയുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അവിടെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് എന്തൊക്കെയോ വളിപ്പ് തീരുമാനങ്ങളൊക്കെ ജനവിരുദ്ധമായിട്ടുള്ള സ്ഥിരമായിട്ട് ഇപ്പോൾ എടുക്കുന്ന തീരുമാനം തിരുത്തും എന്നുള്ളതാണ്. നയം തിരുത്തും എന്നുള്ള നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ പോലും ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അതിനൊരു കമ്മിറ്റി ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ബോധ്യം ജനങ്ങൾക്കുണ്ട്. പക്ഷെ മറുഭാഗത്ത് വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന് 2 മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പാർട്ടിക്കൊരു സംസ്ഥാന പ്രസിഡന്റുമില്ല. ഇപ്പം നമ്മൾ ആലോചിക്കുക, സംസ്ഥാന പ്രസിഡന്റ് ആരാണ്? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയാണല്ലോ. അയാൾ ഇലക്ഷൻ്റെ സമയത്ത് പോലും അയാളുടെ ചുമതല മാറിയില്ല. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ളൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിരിക്കുന്നയാൾ തിരഞ്ഞെടുപ്പ് വന്നാൽ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ആ ചുമതല താൽക്കാലികമായി വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതെ, അല്ല, ഈ KPCC അധ്യക്ഷൻ മാത്രമല്ല 7 DCC പ്രസിഡന്റുമാർ മന്ത്രിമാരാണ്. ഞാനതിലേക്കാണ് വരുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം CPM-ൻ്റെയൊക്കെ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അപ്പോഴേ ചുമതല മാറി. ഇപ്പോൾ MV ജയരാജൻ കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് ചുമതല മാറി. VN വാസവൻ കോട്ടയത്ത് നിന്ന് മത്സരിച്ചപ്പോഴത്തേക്ക് അന്ന് ചുമതല മാറിയിരുന്നു. ഇപ്പോഴത്തെ V ജോയി മാറിയപ്പോഴത്തേക്ക് ജില്ലാ സെക്രട്ടറി റഹീമിന് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒരു സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. ആ സ്ഥാനത്ത് ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ പോലും അയാളുടെ ചുമതല മാറ്റി കൊടുക്കും. ഉദാഹരണത്തിന് CPM-ൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിക്കുമ്പോഴും MV ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു പരിഹാസ്യമായിട്ടുള്ളൊരു സാഹചര്യം പോലെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അയാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അയാൾ ചുമതല മാറ്റിയില്ല. തിരഞ്ഞെടുപ്പ് മത്സരിച്ച് കഴിഞ്ഞ് സർക്കാരുണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും അയാളുടെ ചുമതല മാറിയിട്ടില്ല. അയാളത് 1. 2, ഒരു പ്രധാനപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റായിരുന്നു AP അനിൽകുമാർ, അയാളുടെ ചുമതല മാറിയിട്ടില്ല. അയാൾ ഇപ്പോൾ റവന്യൂ മന്ത്രിയാണ്. വേറൊരു വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥാണ്, അയാളുടെയും ചുമതല മാറിയിട്ടില്ല. അയാൾ ടൂറിസം മന്ത്രിയാണ്. വേറൊരു വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാണ്, അയാൾ അല്ലെങ്കിൽ തന്നെ MP ആണ്. അയാളെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാനേ ഇല്ല, എവിടെ പോയെന്ന് അറിയത്തില്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല, ജീവിച്ചിരിപ്പുണ്ടോ നമുക്കറിയാം. ഇത് എന്ന് പറയുന്നത് ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മൾ ഇനി ഇതുപോലെ തന്നെ 7 ജില്ലാ പ്രസിഡന്റുമാരും മാറിയിട്ടുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. 7 DCC പ്രസിഡന്റുമാർ മാറിയിട്ട് മന്ത്രിമാരായി. ഇതുവരെ ആ സ്ഥാനത്തേക്ക് വേറെ ആൾക്കാരൊന്നുമില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 VD സതീശൻ പ്രതിപക്ഷ നേതാവായി അധികാരം ഏറ്റെടുക്കുമ്പോൾ VD സതീശൻ പറഞ്ഞത് 3 മാസങ്ങൾക്കുള്ളിൽ താഴെ ഘടകങ്ങളിൽ ഉൾപ്പെടെ ഒരു അഴിച്ചുമാറ്റം പുനഃസംഘടന ഉണ്ടാകുമെന്നാണ്. വർഷം ഇത്ര കഴിഞ്ഞു, പ്രതിപക്ഷ നേതൃസ്ഥാനം 5 വർഷം കഴിഞ്ഞു, വീണ്ടും മുഖ്യമന്ത്രിയായി. ഇപ്പോഴും
ആ ഒരു കീഴ്ഘടകങ്ങളിൽ പോലും പുനഃസംഘടന നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്നുള്ളതാണ്. അല്ല, നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സതീശൻ ഇത് പറഞ്ഞു, ഇത് നടന്നില്ല. പക്ഷേ ഇത് നടക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് സതീശനാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് നടക്കാത്തതുകൊണ്ടാണ് സതീശൻ ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാൻ കഴിയുന്നത്, മുന്നോട്ട് പോകാൻ കഴിയുന്നത്. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നോക്കിയേ, സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും സുധാകരനുമായിട്ടൊക്കെ ഉള്ള തർക്കം കൊണ്ട് സതീശൻ തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായതിനു ശേഷവും അയാളാണ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ അയാൾക്ക് പുനഃസംഘടനയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ KPC പ്രസിഡന്റോ ഇല്ലാത്തതിനെ കുറിച്ചിട്ടോ ഒന്നും അയാൾക്ക് യാതൊരു വിഷമവുമില്ല. കാരണം എന്താണ്, അയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാം. അതെ, മനസ്സിലായി. അതൊരു അവസരമാക്കി അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിങ്ങനെയൊന്നും മുന്നോട്ട് പോകും എന്ന് കോൺഗ്രസ്സുകാർ വിചാരിക്കരുത്. കോൺഗ്രസ്സുകാർ ബൈ ഡിഫോൾട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസ്സുകാരുടെ നേട്ടം കൊണ്ടൊന്നും അല്ല കോൺഗ്രസ്സുകാർ അധികാരത്തിൽ 5 വർഷം ഒരു പുല്ലും ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ഇവർ ചെയ്തില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിച്ചത് ഇവരായതുകൊണ്ടല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിച്ചത് ഇവരായതുകൊണ്ടല്ല. ഞാൻ പറയാൻ കാര്യം എന്താ, 2006 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. 2006 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ജനവിരുദ്ധ സർക്കാരിനെതിരായിരുന്നു ജനങ്ങളെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാനും കൂടി ചേർന്നിട്ടാണ് 2006 ജനങ്ങളന്ന് വോട്ട് ചെയ്തത്. അപ്പോൾ അതൊരു പോസിറ്റീവ് മാൻഡേറ്റ് ആയിരുന്നു 2006. എന്നാൽ 2026 മാൻഡേറ്റ് പോസിറ്റീവാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഫ്ലെക്സും പിണറായി വിജയൻ്റെ ലിഫ്റ്റും പിണറായി വിജയൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ 3-ാം തവണയും പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുന്ന ആർക്കാണ് അറിയാൻ പാടില്ലായിരുന്നത്? ഉറപ്പായിട്ടും. അതായത് പിണറായി വിജയൻ ഇപ്പോഴുള്ളതിൻ്റെ ഒരു 10% അയാൾ കാണിച്ചു കൂട്ടിയതിൻ്റെ 10% കുറച്ചിരുന്നെങ്കിൽ പോലും ഈ സർക്കാർ അധികാരത്തിൽ, UDF സർക്കാർ ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല. കാരണം അവർ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നപ്പോൾ, പ്രതിപക്ഷമായിരുന്നപ്പോൾ അവർ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അങ്ങനെ പറയാം. ഇതങ്ങനെയല്ല. പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് ചിന്തിച്ച ജനക്കൂട്ടം ചെയ്തൊരു വോട്ടാണിത്. അതിൻ്റെ ഫലമായിട്ടാണ് UDF അധികാരത്തിൽ വന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ പിണറായി വിജയൻ ഒരു KK ശൈലജയായിരുന്നെങ്കിലോ സംശയം വേണ്ട അവർ വരുമായിരുന്നു. അല്ല, അന്ന് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ UDF തമ്മിലടി, കോൺഗ്രസിലെ തമ്മിലടി പ്രശസ്തമാണ്. ആ കോൺഗ്രസിലെ അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിലടി അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യേകത പാർട്ടിക്ക് സൃഷ്ടിക്കുന്നത് മാത്രമല്ല, ഇത് ഞണ്ടുകളെ പോലെയാണ്. മുകളിലേക്ക് കയറി വരുന്നവനെ മുകളിലേക്ക് കയറി പോകാൻ കഴിയാതെ വലിച്ചിടുന്ന ഒരു സ്ഥിതിയും കൂടെ ഇതിലുണ്ട്. അതായത് അവർക്ക് സ്ഥാനം കിട്ടിയാൽ പോലും മറ്റുള്ളവർ മറ്റൊരു സ്ഥാനത്തിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്. അതായത് ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള മുഖ്യമന്ത്രി VD സതീശൻ്റെ തീരുമാനങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയേ. അധികാരത്തിൽ വന്നു, ആദ്യം ഗവൺമെൻറ് ലീഡർമാരുടെ വിഷയം വന്നു, അതിനുശേഷം മറ്റേ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ശബരിമലയിലെ വെച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനം വന്നു. ഏറ്റവും വലിയ ആരോപണ വിധേയനായിട്ടുള്ളൊരു ചീഫ് സെക്രട്ടറിയെ നിലനിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനം വന്നു. അതിനുശേഷം വീര്യം കുറഞ്ഞ മദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിമർശനം വന്നു. അതിനുശേഷം ശേഷാദ്രിനാഥൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘപരിവാരുകാരനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. അതിനുശേഷം അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. നമ്മളിതൊക്കെ എണ്ണുമ്പോൾ അണ്ടിചന്ദ്രൻ്റെ കാര്യം പറഞ്ഞില്ല. അതെ. അപ്പം നമ്മളിതിനകത്ത് കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗവൺമെൻറ് വന്നിട്ട് 2 മാസം പോലും തികഞ്ഞിട്ടില്ല. 2 മാസം തികയുന്നതിനിടയിൽ പോലും ഒരു 1/2 ഡസനിൽ കൂടുതൽ വിഷയങ്ങൾ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ്. അല്ല, അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം ഞാൻ പറഞ്ഞില്ലേ, അണ്ടിചന്ദ്രൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചന്ദ്രശേഖരൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. കശുവണ്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് അണ്ടിചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല, ചന്ദ്രശേഖരൻ തന്നെ പറയാം. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ 6 വിഷയങ്ങൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറി 2 മാസത്തിനുള്ളിൽ വന്നു. ഈ 6 വിഷയങ്ങളും ആര് കേന്ദ്രീകരിച്ചിട്ടാണ്? VD സതീശനെ ഒറ്റയാളെ കേന്ദ്രീകരിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ആ ഒരു ഒറ്റയാള് അയാൾക്ക് തോന്നിയതുപോലെ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ഇവിടെ പാർട്ടിയില്ല. സർക്കാരിനെ ദിശ തീരുമാനിച്ചു കൊടുക്കാനൊരു പാർട്ടി ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ വൃത്തികേടുകൾ മുഴുവൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചർച്ച മുന്നോട്ട് പോകാതെ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്, എത്രയും പെട്ടെന്ന് ദ എർലിയർ ദ ബെറ്റർ ഒരു KPCC ഉണ്ടാവുക. ആ KPCCക്ക് കഴിവുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടാവുക. ഞാനിത് പറയാം, കഴിവുള്ള പ്രസിഡന്റ് ഉണ്ടാവുക എന്ന് പറയാമെന്ന് വെച്ചാൽ കഴിവുള്ള പ്രസിഡന്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിവില്ലാത്ത
പ്രസിഡന്റുമാർ കഴിവില്ലാത്തവർ പ്രസിഡൻ്റാകാൻ നടക്കുന്നവരുടെ വേണം ഞാൻ പറയാം. ഇപ്പം കൊടികുന്നിൽ സുരേഷ് വന്നിട്ട് എന്താ പറയുന്നത്? കൊടികുന്നിൽ സുരേഷ് വന്നിട്ട് പറയുന്നു പിന്നോക്കക്കാരൻ KPCC പ്രസിഡന്റ് ആയിട്ടില്ല. മനസ്സിലായി? എന്നെ ആക്കണമെന്ന് പറയുന്നില്ല, എന്നെ ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പിന്നോക്കക്കാരനെ ആക്കണം. ഇവിടെ അരുവിക്കരയിൽ മത്സരിച്ച് തോറ്റ ഒരുത്തരുണ്ടല്ലോ, എന്തെന്നാ പറഞ്ഞ പേര്, അയാൾ വന്ന് നിൽക്കുകയാണ് പ്രസിഡന്റ് ആവാൻ വേണ്ടി. ശിവകുമാർക്ക് വെറും ശവകുമാറായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. ഇനിയെങ്കിലുമൊക്കെ വിശ്രമിച്ച് KPCC പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അവിടെ കാസർഗോഡ് നിന്ന് ജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ KPCC പ്രസിഡന്റ് ആവണം. ഇപ്പം ആര് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി താഴേക്ക് പോകുന്നതല്ലാതെ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഒരു നീഡ് ഓഫ് ദി അവർ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിനെ ദിശ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു KPCC വരണം. 2, ഈ KPCC ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കണം. നമ്മൾ ഈ പേക്കോലങ്ങളായിട്ട് നിൽക്കുന്ന CPM-കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു സംഘടനാ സംവിധാനം ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമേ ഉള്ളെങ്കിൽ പോലും ഇവിടെ അതില്ല. ഇവിടെ പകുതി കൂടുതൽ ബൂത്ത് കമ്മിറ്റികൾ പോലും ഇപ്പോഴും നിർജ്ജീവമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പക്ഷേ 2 കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു KPCC പ്രസിഡന്റ് വരണം. ഒന്ന്, ഈ ഗവൺമെൻറ്റിന് ദിശാബോധം കൊടുത്ത് ആ ഗവൺമെൻറ്റിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു KPCC വരണം. ആ KPCC ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ VD സതീശനെ നിലയ്ക്ക് നിർത്തണം. അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. അല്ല, ഇന്നത്തെ സാഹചര്യത്തിലല്ല, അതിനൊക്കെ കഴിയുന്ന ആളുകളൊക്കെ KPCC പ്രസിഡന്റുമാരായിട്ടൊക്കെ വരാം. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, വരാം. VD സതീശനെ നിലയ്ക്ക് നിർത്തുകയും മൂക്കേറിടുകയും ചെയ്തില്ലെങ്കിൽ ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഗുഡ് വില്ല് മുഴുവൻ പോവും. ഇപ്പം തന്നെ ഒരു 80% പോയി കഴിഞ്ഞു. അതുകൊണ്ട് അയാളെ നിലയ്ക്ക് നിർത്തി അയാൾ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നയം നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. അല്ല, അയാളുടെ തോന്നിയാസം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഇപ്പോൾ അദാനിയായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു വിഷയം വന്നു. അദാനിയുടെ ആ പോർട്ടിൻ്റെ 74% ഷെയർ, അല്ലെ 50% ഷെയർ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് സർക്കാർ അറിയുന്നത് എന്നാണ് ഈ സതീശൻ പറയുന്നത്. ആ വിഷയം നിയമസഭയിൽ വന്നപ്പോൾ സതീശനെടുത്ത നിലപാടെന്താ? സതീശനെടുത്ത നിലപാട് ഇതിപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതെൻ്റെ തെറ്റാണ്, അത് സംശയമൊന്നുമില്ല. അയാൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. 2, അയാൾ പറയുന്നത് എന്താണ്? ഒരു 5 കാര്യങ്ങൾ പരിശോധിച്ചിട്ട് തീരുമാനിക്കും എന്നാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. ഒരു 5 കാര്യം തീരുമാനിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരാണല്ലോ ഞങ്ങൾ പരിശോധിക്കുക. എന്തിനാണ് പരിശോധിക്കുന്നത്? അത് നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരല്ലേ? സ്ട്രാറ്റജിക് പോയിന്റിലുള്ള ഒരു പോർട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരല്ലേ? എന്ന് മാത്രമല്ല, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി വലിയ തോതിലുള്ള കൊക്കൈൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തവണ ഈ കപ്പൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞ് പിടിച്ചിട്ടുള്ളതാണ്. എനിക്ക് 2019 ഞാൻ അതിനെക്കുറിച്ച് ഒരു വർഷം ഒരു വീഡിയോ ചെയ്തു. 2019 മറ്റേ കാലിഫോർണിയയിൽ വെച്ചിട്ട് ഏതാണ്ട് 1.5 ടൺ കൊക്കൈൻ മറ്റുമാണ് ഷിപ്പിംഗ് കമ്പനിയിൽ പിടിച്ചത്. 4 or 5 തവണ വിവിധ രാജ്യങ്ങളിൽ ഈ കൊക്കൈൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിച്ചിട്ടുള്ള ഒരു കമ്പനിക്ക് നമ്മൾ പിന്നെ വിഴിഞ്ഞത്ത് 50% ഷെയർ കൊടുത്താലുണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റിക്ക് ഇതെതിരല്ലേ? ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്ന് ഞങ്ങൾ നോക്കുമെന്നാണ് പറയുന്നത്. അതെന്തിനാണ് നോക്കുന്നത് സുഹൃത്തെ? അതെങ്ങനെയാണ് ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്? കാരണം 50% അവരുടെ കയ്യിലോട്ട് പോയി കഴിഞ്ഞാൽ അത് അവരുടെ കുത്തയാവില്ലേ? പിന്നെ അദാനി പോർട്ടിൻ്റെ ദീർഘകാല വികസനം, എന്ത് ദീർഘകാല വികസനം നോക്കാനാണ്? അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ വികസിക്കുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ആയിരിക്കും. അല്ലാതെ അദാനി പോർട്ട് എവിടെ? ഇനി അദാനി പോർട്ട് വികസിച്ചാൽ തന്നെ പണം മുഴുവൻ അദാനിയുടെ പോക്കറ്റിലേക്കാണ് പോവുക. അപ്പോൾ സ്വാഭാവികമായും അവരുടെ കൺസെഷൻ എഗ്രിമെൻറ്റിലെ ക്ലോസ് 5.3 പ്രകാരം സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇതുപോലെ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റ് തന്നെ നള്ളിഫൈ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള പിന്നെ ക്ലോസ് കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. സ്വാഭാവികമായും ഞങ്ങളുടെ അറിവോടുകൂടിയല്ല ഇതുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് തിരിച്ചു നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കരാർ ക്യാൻസൽ ചെയ്യും എന്ന് പറയേണ്ട ഇയാൾ അവിടെ നിന്ന് എന്താ പറഞ്ഞത്? 5 കാര്യങ്ങൾ ഞങ്ങൾ നോക്കും, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്നു. എന്നിട്ട് അയാൾ അതൃപ്തി അറിയിക്കുന്നു.
അതൃപ്തി അറിയിച്ചവർ ഞെട്ടിപ്പോ സാറിനോട് അതായത് ഞെട്ടും ഞെട്ടും ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർ അദാനി പോർട്ടിന്റെ പ്രവർത്തനം തന്നെ നിർത്തിയിട്ട് ചിലപ്പം ഗുജറാത്തിലേക്ക് പോയി കളയും. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് അദാനിയുമായി ബന്ധപ്പെട്ട് ഒരു പിടി ആരോപണങ്ങൾ ഇപ്പോൾ രംഗത്തുണ്ട്. അപ്പം ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇവിടെ സർജിക്കൽ സ്ട്രൈക്കിൽ അയാൾ പറഞ്ഞു ഇത് ഞങ്ങൾ പരിശോധിക്കും, ഒരു എംപവേർഡ് കമ്മിറ്റിക്ക് വിടും. അത് ഞാനും അപ്പനും സുഭദ്രയും എന്ന് 6-ാം തമ്പുരാൻ പറയുന്നതാണ്. എന്താ കാരണം? എന്താ? ഇതെല്ലാം അയാളുടെ കീഴിലുള്ളതാണ്. ചീഫ് സെക്രട്ടറി ഇയാളുടെ ആൾ, പിന്നെ ഇയാളുടെ സെക്രട്ടറി രത്തൻ കേൽക്കറുടെ കയ്യിലാണ് തുറമുഖ വകുപ്പ്. തുറമുഖം ഇയാളുടെ കീഴിൽ, ധനകാര്യം ഇയാളുടെ കീഴിൽ, പിന്നെ നിയമം ഇയാളുടെ കീഴിൽ, പരിസ്ഥിതിയും ഇയാളുടെ കീഴിൽ. അപ്പൊ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഇത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതാണ് സത്യം. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു വെച്ചാൽ ധനകാര്യ വകുപ്പ് തീരുമാനം എന്ന് പറഞ്ഞ് സതീശൻ ഒപ്പിടും, നിയമവകുപ്പിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് സതീശൻ ഒപ്പിടും, തുറമുഖ വകുപ്പിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് സതീശൻ ഒപ്പിടും, പരിസ്ഥിതി വകുപ്പിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് സതീശൻ ഒപ്പിടും. അങ്ങനെ 4 പരിസ്ഥിതി സതീശൻ, നിയമ സതീശൻ, പിന്നെ ധനകാര്യ സതീശൻ, തുറമുഖ സതീശൻ, മുഖ്യമന്ത്രി സതീശൻ. തീർന്നു, ക്ലോസ്. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നടക്കുന്നത് ഇവിടെ ഒരു നിയന്ത്രിക്കാൻ ഇവിടെ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. KPCC അധ്യക്ഷനായിട്ട് അത്രയ്ക്കും ശക്തനായിട്ടുള്ള ഒരു വ്യക്തി അവിടെ എത്തിയില്ലെങ്കിൽ ഇത് 5 കൊല്ലം പോയിട്ട് 3 കൊല്ലം 2029 തെരഞ്ഞെടുപ്പ് വരുന്നു. എന്തായാലും ഇതൊരു 6 മാസം പോലും ഈ വണ്ടി ഓടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നത്. 2, സംഘടന അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുത്തില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല. ഇപ്പൊ പകുതി ബൂത്തിലും പിന്നെ കമ്മിറ്റികളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ എർലിയർ ദ ബെറ്റർ, KPCCക്ക് നല്ല കഴിവുള്ള, നല്ല സംഘടനാ ശക്തിയുള്ള, നല്ല അതോറിറ്റിയും അസർട്ടീവ്നെസ്സുമുള്ള ഒരു KPCC പ്രസിഡന്റിനെയും അതോടൊപ്പം കഴിവുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരെയും കിട്ടിയില്ലെങ്കിൽ ഇത് അപകടത്തിലാവും. പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെങ്കിൽ അവർ പുല്ലുപോലെ വെച്ചാൽ ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയനായിട്ട് താരതമ്യം ചെയ്യാൻ ആരാണ് സതീശൻ? അതെ അതെ. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളാരാ? 5 ലക്ഷം പാർട്ടി മെമ്പർമാരുള്ള, ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികളും പിന്നെ ഒക്കെ ഉള്ള ഈ ഒരു പാർട്ടിയെയും അവരുടെ ഗവൺമെന്റിനെയും 10 വർഷം കയ്യിൽ വെച്ചവനാണ് പിണറായി വിജയൻ. പിണറായി വിജയനോടൊപ്പം ആ പിണറായി വിജയനെയാണ് ചവറ്റുകൂട്ടെ തള്ളിക്കളഞ്ഞ ജനങ്ങൾ. ആ സാഹചര്യത്തിൽ ഇയാൾ മര്യാദയ്ക്ക് നിലങ്ങളുണ്ടല്ലോ. ഇയാളെ ഇതേ ജനങ്ങൾ തന്നെ, പിണറായി വിജയനെ ചവിറ്റോട്ടിലേക്ക് തള്ളിയ ജനങ്ങൾ തന്നെ ഈ സതീശനുണ്ടല്ലോ ചവിറ്റോട്ടിലേക്ക് തള്ളുകയല്ല ചെയ്യുക, ചവിട്ടി അരച്ചുകളയും. മനസ്സിലായി? അത് മനസ്സിലാക്കിയാൽ നല്ലത്. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു KPCC വരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. അതിലൊരു ചെറിയ രജത രേഖയുണ്ട്, അത് നമ്മൾ കാണാതിരിക്കുന്നത്. കാരണം CPM അല്ല കോൺഗ്രസ്. ഇപ്പോൾ CPM-നകത്ത് പിണറായി വിജയൻ ഇപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കണം, ഇത് അർദ്ധരാത്രി 12 മണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ബ്രാഞ്ച് കമ്മിറ്റികൾ വരെ വിരിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോഴേ കിടന്നുറങ്ങിയേക്കും. കാരണം രാത്രിയായല്ലോ. കോട്ടുവായി വിടും ചിലവന്മാർ. ചിലപ്പോൾ വേണ്ട 2 കൂടെ അടിച്ചേച്ച് ബ്രാഞ്ച് സെക്രട്ടറി വരെല്ലാം കിടന്ന് ഉറങ്ങും. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിൽ വ്യത്യാസമുണ്ട്. കോൺഗ്രസിൽ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ എതിർപ്പ് വരും. ഇപ്പം മദ്യത്തിൻ്റെ വീര്യം കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ എക്സൈസ് മന്ത്രി തന്നെ എതിർത്തു, PM സുധീറിനെ എതിർത്തു, പല ആളുകളും എതിർത്തു. ശേഷാദ്യത അതിനെ വെക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് PM നിയാസ് എതിർത്തു. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ഓർഗാനിസിറ്റി, ഒരു ജൈവ സ്വഭാവം. അതാണ് ഇപ്പോഴത്തെ KPCC വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഈ സംവിധാനത്തിൽ എന്നുള്ളതും കൂടി നമ്മൾ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഈ കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടി എന്തും ചെയ്യും, സിനിമയ്ക്ക് കൊണ്ടുപോകും, കടയിൽ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ അതുപോലെയാണ് ഈ സർക്കാരിൻ്റെ അധികാരം കിട്ടിയ ഉടനെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പിന്നെ എന്താണ് നമ്മുടെ ആശാവർക്കർമാർക്ക് ശമ്പള വർധനവ്, അംഗൻവാടി ടീച്ചർമാർക്ക് ശമ്പള വർധനവ്, ഇതൊക്കെ നൽകിയത്. ഇതൊക്കെ ഈ ഒരു ഭരണം കിട്ടിയ ഒരു ആവശ്യത്തിൽ ചെയ്തു പോയതാണ്. എന്തായാലും KPCC അധ്യക്ഷനായിട്ട് ഒരാൾ വരാത്ത സ്ഥിതിക്ക് എന്നെ എല്ലാവരും കൂടി ഒന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥാനം പാർട്ട് ടൈമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് KPCC ഓഫീസിലേക്ക് നടന്നു കയറാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ സാർ ഉദ്ദേശിച്ചത് തന്നെയാണെന്ന് തോന്നുന്നു. അതായിരിക്കും എന്നെ കൂടെ ഇരുത്തിക്കൊണ്ട് പൊക്കി പറയേണ്ട എന്ന് സാർ കരുതിയതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും സാർ മനസ്സിൽ വെച്ചത്. എന്തായാലും ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ ഭരണം, ഈ UDF ഭരണം തുലാസിലാണ് എന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ ഓർത്താൽ നല്ലത്. കാരണം ഇതൊക്കെ നിങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല ഈ ഭരണം കിട്ടിയത്. കേരളത്തിലെ പൊതുസമൂഹം പിണറായി വിജയൻ എന്ന നെറികെട്ട മുഖ്യമന്ത്രിയെ ചവിട്ടി എറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണെന്ന് കൂടി തിരിച്ചറിയണം. ഈ ഷാജാൻ സാർ പറഞ്ഞതുപോലെ പിണറായി വിജയനെ തൊഴിച്ചെറിയാവുന്ന ഒരു മനസ്ഥിതി ആണ് ജനങ്ങൾക്കുണ്ടായെങ്കിൽ ആ പിണറായി വിജയൻ്റെ മുമ്പിൽ സതീശൻ ഒന്നുമല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം.